ഇപ്പോൾ PF-ൽ നിന്നും അടിയന്തര സാഹചര്യത്തിൽ 100% വരെ പണം പിൻവലിക്കാം. ഇന്ത്യൻ തൊഴിലാളികൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ പുതിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ സുപ്രധാനമായ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. PF എന്ന ആശയം തൊഴിലാളികളുടെ വാർദ്ധക്യകാല സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി ഉള്ളതാണെങ്കിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ 100% വരെ പിൻവലിക്കാൻ അനുമതി നൽകുകയും പിൻവലിക്കാനുള്ള കുറഞ്ഞ സർവീസ് കാലാവധി 12 മാസമായി കുറയ്ക്കുകയും ചെയ്തു. ചികിത്സാ ആവശ്യങ്ങൾക്കോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഒരു വീട് പണിയുന്നതിനോ വേണ്ടി സ്വന്തം പണം ഉപയോഗിക്കാൻ പോലും പലപ്പോഴും മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയായിരുന്നു. പുതിയ നടപടികളോടെ ഈ കാലതാമസം ഒഴിവാക്കപ്പെടുകയാണ്. 13 സങ്കീർണമായ വകുപ്പുകളെ 3 ലളിതമായ വിഭാഗങ്ങളാക്കി ഏകീകരിച്ചതിലൂടെ ഭാഗികമായി പിൻവലിക്കൽ പ്രക്രിയ കൂടുതൽ സുതാര്യവും വേഗത്തിലുള്ളതുമായി മാറിയിരിക്കുന്നു. ഈ 3 വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. അത്യാവശ്യ കാര്യങ്ങൾ, അതായത് രോഗം, വിദ്യാഭ്യാസം, വിവാഹം. 2. ഭവന നിർമ്മാണം, വീട് നിർമ്മിക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും. 3. പ്രത്യേക സാഹചര്യങ്ങൾ, പ്രകൃതി ദുരന്തം, സ്ഥാപനം അടച്ചുപൂട്ടുക, തുടർച്ചയായി തൊഴിലില്ലായ്മ, മഹാമാരി. ഈ വർഗീകരണം തൊഴിലാളികളുടെ യഥാർത്ഥ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ് പുതിയ തീരുമാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അടിയന്തര ഘട്ടത്തിൽ ഒരാൾക്ക് തന്റെ സമ്പാദ്യം മുഴുവനായി പിൻവലിക്കാൻ സാധിക്കും. തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും വിഹിതത്തിന്റെ അർഹമായ ബാലൻസിൽ നിന്നാണ് ഈ തുക പിൻവലിക്കുക. പ്രത്യേക സാഹചര്യങ്ങളിൽ പണം പിൻവലിക്കുമ്പോൾ നേരത്തെ കാരണം വ്യക്തമാക്കണമായിരുന്നുവെങ്കിലും ഇനി അതിന്റെ ആവശ്യമില്ല. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി 10 തവണയും വിവാഹത്തിനായി 5 തവണയും പിൻവലിക്കാം എന്നുള്ള മാറ്റവും എടുത്തു പറയേണ്ടതാണ്. വാർദ്ധക്യകാല സുരക്ഷയ്ക്കായി തൊഴിലാളിയുടെ വിഹിതത്തിലെ 25% എപ്പോഴും മിനിമം ബാലൻസായി നിലനിർത്തണം. ഈ പണം അനാവശ്യമായി ചിലവഴിക്കാനുള്ള പ്രവണത വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ തങ്ങളുടെ ആവശ്യങ്ങൾ ശ്രദ്ധയോടെ വിലയിരുത്തിക്കൊണ്ട് മാത്രമേ ഈ പുതിയ സ്വാതന്ത്ര്യം ഉപയോഗിക്കാവൂ.